ഹലോ പ്രിയ കൂട്ടുകാരെ, നാം ഇന്ന് മറ്റൊരു പാഠഭാഗത്തെ പരിചയപ്പെടാൻ പോവുകയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BBA BCom സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള AEC മലയാളം സിലബസിലെ യാത്രാവിവരണ വിഭാഗത്തിൽപ്പെട്ട TJS ജോർജിൻ്റെ യാത്രാവിവരണ കൃതിയായ തീർത്ഥയാത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. 1973 എ രാഘവനും TJS ജോർജും വിയറ്റ്നാമിൽ നടത്തിയ യാത്രയെ ആസ്പദമാക്കി എഴുതിയ യാത്രാവിവരണ കൃതിയാണ് ഹോച്ചിമിൻ്റെ നാട്ടിൽ എന്നുള്ളത്. ഈ പുസ്തകത്തിലെ ഒരു അധ്യായമാണ് തീർത്ഥയാത്ര എന്നത്. നമുക്കറിയാം, വിയറ്റ്നാം എന്നത് ഒരുപാട് കാലത്തെ വൈദേശിക ആധിപത്യത്തിൻ്റെ, അതായത് അമേരിക്കയുടെ ആധിപത്യത്തിൻ്റെയും അവരോടുള്ള ചെറുത്തുനിൽപ്പിൻ്റെയും ചരിത്രമുള്ള ഒരു രാജ്യമാണ്. അമേരിക്കയുമായിട്ടുള്ള യുദ്ധത്തിനു ശേഷം പാരീസ് ഉടമ്പടി പ്രകാരം, പാരീസ് ഉടമ്പടി എന്നുള്ളത് സമാധാന ഉടമ്പടിയാണ്. സമാധാന ഉടമ്പടി പ്രകാരം വിയറ്റ്നാമിൽ സമാധാനം കൈവന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അന്യരാജ്യങ്ങളിൽ നിന്നുള്ള പത്രപ്രവർത്തകരെയും ബുദ്ധിജീവികളെയും വിയറ്റ്നാം ക്ഷണിച്ചിരുന്നു. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട വ്യക്തികളിൽ ഒരാളായിരുന്നു TJS ജോർജ് എന്നുള്ളത്. ഈ ഹോച്ചിമിൻ്റെ നാട്ടിൽ എന്ന പുസ്തകത്തിലെ ഒരു അധ്യായമാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് നാം മുൻപ് പറഞ്ഞുവല്ലോ. ഹോച്ചിമിൻ എന്നത് വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്കയെ പരാജയപ്പെടുത്തുന്നതിൽ നേതൃത്വം നൽകിയ വിപ്ലവകാരിയായിരുന്നു ഹോച്ചിമിൻ എന്നുള്ളത്. യുദ്ധശേഷം സ്വതന്ത്ര വിയറ്റ്നാം സ്ഥാപിതമായപ്പോൾ ആ രാജ്യത്തിൻ്റെ ഭരണാധികാരി കൂടിയായിരുന്നു ഹോച്ചിമിൻ എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. ആ ഹോച്ചിമിൻ്റെ നാട്ടിൽ എന്ന പുസ്തകത്തിൽ നമുക്കറിയാം ഏകദേശം 12 അധ്യായങ്ങളാണുള്ളത്. അതിൽ 9ാമത്തെ അധ്യായമാണ് നമുക്ക് പഠിക്കാനുള്ള തീർത്ഥയാത്ര എന്ന് പറയുന്നത്. അതിൽ ലേഖകൻ സന്ദർശിക്കുന്ന കാലഘട്ടത്തിൽ ഈ പറയുന്ന വിയറ്റ്നാം എന്നുള്ളത് വടക്കൻ വിയറ്റ്നാം എന്നും തെക്കൻ വിയറ്റ്നാം എന്നും രണ്ടായി കിടന്നിരുന്ന ഒരു സമയമായിരുന്നു. ഹനോ ആയിരുന്നു വടക്കൻ വിയറ്റ്നാമിൻ്റെ തലസ്ഥാനം. ഈ ഘട്ടത്തിൽ തെക്കൻ വിയറ്റ്നാമിൽ ആധിപത്യം സ്ഥാപിച്ചത് കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിലുള്ള പ്രൊവിഷണൽ റവല്യൂഷണറി റിപ്പബ്ലിക് ഓഫ് സൗത്ത് വിയറ്റ്നാം ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വടക്കൻ വിയറ്റ്നാമിൽ ഗവൺമെൻറ് ഓഫ് ദ റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാം ആയിരുന്നു ആധിപത്യം. ഇവർ ആകട്ടെ മുഴുവൻ വിയറ്റ്നാമിൻ്റെയും ആധിപത്യം അവകാശപ്പെട്ടിരുന്നു. അമേരിക്കയുമായിട്ടുണ്ടായിരുന്ന യുദ്ധശേഷം വടക്കൻ വിയറ്റ്നാമും തെക്കൻ വിയറ്റ്നാമും ഒന്നിച്ച് ഇന്നത്തെ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാം ആയി തീരുകയും ചെയ്തു. അത്തരത്തിൽ വടക്കൻ വിയറ്റ്നാമിലെ സന്ദർശനത്തിന് ശേഷം ഈ PRGയുടെ നേതൃത്വത്തിലുള്ള തെക്കൻ വിയറ്റ്നാമിലേക്കുള്ള യാത്രയാണ് തീർത്ഥയാത്ര എന്ന അധ്യായത്തിൽ വിവരിക്കുന്നത്. അമേരിക്കയുമായിട്ടുള്ള യുദ്ധം വിയറ്റ്നാമിനെ പൂർണ്ണമായും തകർത്തു കളഞ്ഞിരുന്നു എന്ന് നമുക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാവും. ഗറില്ല യുദ്ധത്തിന് പേരുകേട്ട വിയറ്റ്നാം ഹോച്ചിമിൻ്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്കെതിരെ ശക്തമായിട്ടുണ്ടായിരുന്ന ചെറുത്തുനിൽപ്പിനെ തുടർന്ന് അമേരിക്ക പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അമേരിക്കയ്ക്ക് വിജയിച്ച ചരിത്രം മാത്രമല്ല, തോറ്റ ചരിത്രം കൂടിയുണ്ട് എന്നുള്ളതാണ്. ആ കാര്യം നിങ്ങൾ ഹോച്ചിമിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. പക്ഷേ നിരന്തരമായിട്ടുള്ള അമേരിക്കയുടെ ബോംബാക്രമണത്തെ തുടർന്ന് റോഡുകളും നഗരങ്ങളുമെല്ലാം തന്നെ നാമാവിശേഷമായി കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇവിടേക്കുള്ള യാത്ര അതീവവും ദുഷ്കരവുമാവുന്നത്. ഈ യാത്രാ അനുഭവമാണ് TJS ജോർജ് ഈ ഭാഗത്ത് പങ്കുവയ്ക്കുന്നത്. അങ്ങനെ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകളോടെ ആണ് ഈ ഭാഗം നമുക്ക് മുൻപിലേക്ക് വരുന്ന അധ്യായം ആരംഭിക്കുന്നത്. എഴുത്തുകാരൻ്റെയും സഹയാത്രികനായിരുന്ന എ രാഘവൻ്റെയും സഹായത്തിനായി കൂടെയുണ്ടായിരുന്ന മാനേജരും
ഹുങ്ങും ഫിങ്ങും അങ്ങനെ ഇവിടേക്കുള്ള യാത്രയ്ക്കുള്ള അനുമതി ലഭിക്കുന്നത് വരെ അങ്ങനത്തെ അനുമതി ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അവരെ അറിയിച്ചിരുന്നില്ല എന്നുള്ളതാണ്. കാരണം ദക്ഷിണ വിയറ്റ്നാമിലേക്കുള്ള യാത്രയിൽ പിന്നെ അത് നമുക്ക് മനസ്സിലാവും. ആ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ അവർ ഈ മാനേജർ ചിരിക്കുന്നുണ്ട്. ആ പുഞ്ചിരിയിലൂടെ ഇവർ വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് പിന്നെ വിയറ്റ്നാമിലേക്കുള്ള യാത്രാനുമതി കിട്ടി എന്നാണ് കരുതുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ യാത്രയ്ക്ക് പൂർണ്ണമായിട്ടും അനുമതി കിട്ടിയാൽ മാത്രമേ പറയാവൂ എന്നുള്ളതായിരുന്നു ഈ മാനേജറുടെ നയം എന്നുള്ളത് കൊണ്ട് പറഞ്ഞിട്ടില്ല എന്നൊക്കെ അത് ആദ്യ ഭാഗത്ത് തന്നെ പാഠഭാഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അങ്ങനെ പിന്നെ ഔദ്യോഗികമായിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് അധീനതയിലുള്ള ദക്ഷിണ വിയറ്റ്നാം ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നു എന്നും അവിടെ ഭരണം നടത്തിയിരുന്ന PRC എന്നറിയപ്പെടുന്ന വിപ്ലവ സർക്കാരിൻ്റെ അനുവാദത്തോടു കൂടി മാത്രമേ അവിടേക്ക് സന്ദർശിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ പിന്നെ ഈ അനുമതിക്ക് വേണ്ടിയിട്ട് ഈ ഫനോയിലെ സ്ഥാനപതിയൊക്കെ നേരിട്ട് ഈ മാനേജരും ഒക്കെ കണ്ടിരുന്നു. എന്നാൽ യാത്ര ഉറപ്പാക്കുന്നത് വരെ അവർ രഹസ്യമായി അത് വെച്ചു. കാരണം മാനേജരും ഫുങ്ങും അക്കാര്യം രഹസ്യമായി സൂക്ഷിക്കുന്നു. യാത്രയുടെ തലേ ദിവസമാണ് അവർക്ക് അത്തരത്തിലുള്ള യാത്രാനുമതി കിട്ടിയത്. യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പ് നടത്താനൊക്കെ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. രാവിലെ അങ്ങനെ അവർ 2 ജീപ്പുകളിലായിട്ട് അവർ പുറപ്പെടുന്നു. പിന്നെ യാത്രയ്ക്കായി ഒരുക്കിയ വാഹനങ്ങളും ആഹാര സാധനങ്ങളും കണ്ടപ്പോൾ തന്നെ യാത്ര ദുഷ്കരമായിരിക്കാം എന്നുള്ളൊരാശങ്ക ഈ ലേഖകൻ്റെ മനസ്സിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. യാത്രയ്ക്കായിട്ടുള്ള ജീപ്പിന് പുറമെ ഭക്ഷണ സാധനങ്ങൾ നിറച്ച മറ്റൊരു ജീപ്പും ഇവർക്കൊപ്പം അനുഗമിക്കുന്നുണ്ട്. ഇതിന് പുറമെ പെട്രോൾ ക്യാനുകൾ നിറച്ച മറ്റൊരു ജീപ്പ് ഇവർക്കൊപ്പമുണ്ട്. വഴിയിലെവിടെയും പെട്രോൾ ലഭിക്കാൻ സാധ്യതയില്ല എന്നതുകൊണ്ടായിരുന്നു അത്തരത്തിലുള്ള തയ്യാറെടുപ്പുകളൊക്കെ അവർ നടത്തുന്നത്. അങ്ങനെ വടക്കൻ വിയറ്റ്നാമിൻ്റെ ആസ്ഥാനമായ ഫനോയിൽ നിന്ന് തെക്കൻ വിയറ്റ്നാമിലേക്കുള്ള പാതകൾ ഏറ്റവും ദുർഘടപൂർണമായിരുന്നു എന്ന് ലേഖകൻ പറയുന്നുണ്ട്. കാരണം ഹോച്ചിമിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിക്കപ്പെട്ട ഹോച്ചിമിൻ ട്രെയിൻ അഥവാ ഹോച്ചിമിൻ നാട്ടുവഴി എന്നറിയപ്പെട്ടിരുന്ന ഈ പാത വിയറ്റ്നാമിൻ്റെ തെക്കേ അറ്റം വരെ എത്തുന്നതായിരുന്നു എന്ന് പറയുന്നുണ്ട്. അമേരിക്ക പിന്നെ ഏറ്റവും അധികം ബോംബാക്രമണം നടത്തിയത് ഇവിടെയായിരുന്നു എന്ന് ലേഖകൻ പറയുന്നുണ്ട്. അതിനുവേണ്ടി പിന്നെ കമ്പ്യൂട്ടറുകളുടെ സഹായത്തോടെ 100 കണക്കിന് സെൻസറുകൾ വർഷിക്കുകയും അവയുടെ സഹായത്തോടെ മനുഷ്യ സാന്നിധ്യം മനസ്സിലാക്കി കമ്പ്യൂട്ടർ സഹായത്തോടെ തന്നെ ബോംബ് വർഷം നടത്തുകയും ചെയ്തിരുന്നു എന്നൊക്കെ ചരിത്രത്തെ ഇവിടെ പരാമർശിക്കുന്നുണ്ട്. അത്തരത്തിൽ കാൽനടയായി പോകുന്ന വിയറ്റ്നാമി ഒളിപ്പോരാളികളെ കണ്ടെത്താൻ വിയറ്റ്നാമിൻ്റെ പിന്നെ ഈ ഒളിപ്പോരാളികളെ കണ്ടെത്താൻ വിയർപ്പിൻ്റെയും മൂത്രത്തിൻ്റെയും മണം പിടിച്ചെടുത്ത് അറിയിക്കുന്ന സെൻസറുകളും അമേരിക്ക ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ 100 കണക്കിന് പാത്രങ്ങളിൽ മൂത്രം നിറച്ച് ഉപയോഗിക്കാത്ത കാർഡുകൾ കൊണ്ടുവച്ച് അമേരിക്കയുടെ കമ്പ്യൂട്ടറുകളെ ഈ പറയുന്ന വിയറ്റ്നാമികൾ പരാജയപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. അതാണ് ഈ ഗറില്ല തന്ത്രം എന്ന് പറയുന്ന ഹോച്ചിമിൻ്റെ ഈ തന്ത്രത്തെക്കുറിച്ചിട്ട് അതിവിദഗ്ധമായിട്ട് ആ ഭാഗത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഈ പാതകളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ലെന്ന് ഈ ലേഖകൻ ഈ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ പറയുന്നുണ്ട്. ആ വഴികളിലൂടെയായിരുന്നു ഇവരുടെ യാത്ര. പിന്നെ കിളച്ചിട്ടതുപോലെ റോഡിൽ പലയിടത്തും ഒരടി ആഴത്തിൽ ചെളി നിറഞ്ഞിരുന്നു. വഴിയിലുണ്ടായിരുന്ന ഗ്രാമങ്ങളും നഗരങ്ങളും വെറും ചെളിപ്രദേശങ്ങൾ മാത്രമായി തീർന്നിരുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പുനർനിർമ്മാണത്തിൻ്റെ ഭാഗമായി ചില മുളംകുടിലുകളിൽ അവിടെയിടങ്ങളിൽ പൊങ്ങി വരുന്നതായിട്ട് ചില അതിജീവിച്ചുകൊണ്ട് വരുന്ന ചെറിയ വീടുകളെയൊക്കെ അവർക്ക് കാണാൻ കഴിഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട്. പാലങ്ങളെല്ലാം തകർന്നിരുന്നു. സാധാരണ വാഹനങ്ങൾക്ക് ഇത്തരം വഴികളിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്തതിനാൽ റഷ്യയിലും ചൈനയിലും നിർമ്മിച്ച വലിയ പട്ടാള ലോറികളും ജീപ്പുകളും മാത്രമാണ് ഗതാഗതത്തിന് ആ ഭാഗത്ത് ഉപയോഗിച്ചിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അത്തരത്തിൽ ഈ ദുർഘടമായിട്ടുള്ള വഴികളിലൂടെ യാത്ര എഴുത്തുകാരനും സുഹൃത്തിനും കഠിനമായിട്ടുള്ള പരീക്ഷണമായി തീർന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ അവരുടെ സഹയാത്രികർ വളരെ ശാന്തരായിരുന്നു എന്നും
വഴിയിൽ പലയിടത്തും അവരുടെ യാത്ര മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു എന്നും കണ്ട ഓരോ പ്രദേശവും മുമ്പ് കണ്ടതിനേക്കാൾ തകർന്ന് തരിപ്പണമായിരുന്ന അവസ്ഥകളിലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കാടുകളും മലമ്പ്രദേശങ്ങളും ചെളിപ്രദേശങ്ങളും ഒക്കെ കഴിഞ്ഞുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്തപ്പോണ്ട് ഹനോയിൽ നിന്ന് വണ്ടി ഓടിച്ച് 3 ദിവസത്തിന് ശേഷം ലക്ഷ്യസ്ഥാനമായ ദക്ഷിണ വിയറ്റ്നാമിലെ വില്ലിലെത്തിയ തങ്ങളുടെ സംഘത്തെ ഈ വീര യോദ്ധാക്കളെ പോലെയാണ് സ്വീകരിച്ചത് എന്ന് പറയുന്നുണ്ട്. പിന്നെ പിന്നീട് അവർ അതിഥി മന്ദിരത്തിലെത്തുന്നുണ്ട്. കുളിച്ച് ഒരു നരകത്തിൽ നിന്ന് സ്വർഗത്തിലെത്ത പ്രതീതി എഴുത്തുകാരൻ അനുഭവപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ദക്ഷിണ വിയറ്റ്നാമിലേക്കുള്ള യാത്രയ്ക്കായി മറ്റു രാജ്യങ്ങളിൽ വന്ന പത്രപ്രവർത്തകർ കൂടി അവരെ അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ആ കേന്ദ്രത്തിൽ ഇവരെല്ലാവരും ഒത്തുചേർന്നതിനെ കുറിച്ചിട്ടുള്ള ഓർമ്മകളൊക്കെ പറയുന്നുണ്ട്. അത്തരത്തിൽ ഈ കുറഞ്ഞ ഭാഗങ്ങളിലൂടെയുള്ള യാത്ര, ഈ യാത്രയ്ക്ക് അല്ലെങ്കിൽ ഈ അധ്യായത്തിന് തീർത്ഥയാത്ര എന്ന് എഴുത്തുകാരൻ നൽകിയിരിക്കുന്ന പേരിൽ തന്നെ ദ്വന്ദ്വാർത്ഥമുണ്ട്. അക്ഷരാർത്ഥത്തിൽ തകർന്നു തരിപ്പണമായി തീർന്ന വഴികളിലൂടെ അതിസാഹസികമായിട്ട് നടത്തിയ യാത്ര എഴുത്തുകാരനിൽ ഉണ്ടാക്കിയ ഒരു അനുഭവമാണ് തീർത്ഥയാത്ര എന്നുള്ളത്. തീർത്ഥയാത്രകൾ വിശ്വാസികളെ സംബന്ധിച്ച് ഈ പറയുന്ന ഈശ്വരനിലേക്കുള്ള യാതനാ നിർഭരമായിട്ടുള്ള യാത്ര കൂടിയാണല്ലോ. ഇവിടെ എഴുത്തുകാരൻ തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് അത്തരമുള്ള യാത്രയാണ് നടത്തുന്നത് എന്ന് പാഠഭാഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ വായനക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇതാണ് വിയറ്റ്നാമിലേക്ക് ഉള്ള അല്ലെങ്കിൽ ഈ പറയുന്ന തീർത്ഥയാത്ര എന്ന പാഠഭാഗത്ത് ഹോച്ചിമിൻ്റെ നാട്ടിലൂടെയുള്ള സഞ്ചാരത്തിൻ്റെ ചരിത്രത്തെ ഏറ്റവും ചുരുക്കത്തിൽ പറയുന്നത്. പാഠഭാഗത്തെ അതിൻ്റെ പഠന പ്രവർത്തനങ്ങളിൽ നിന്ന് മാത്രമാണ് വിശകലനം ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ബാക്കി പാഠഭാഗം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുമല്ലോ. ഓക്കെ.